2002 മുതൽ 2024 വരെയുള്ള 22 വർഷത്തെ കാലയളവിൽ കാണാതായത് 4 സ്ത്രീകളെ. ആലപ്പുഴ ചേർത്തല ഭാഗത്ത് 20 കിലോമീറ്റർ റേഡിയസിൽ 3 പേർ. അയൽ ജില്ല കോട്ടയത്ത് നിന്നൊരാൾ. 4 തിരോധാനങ്ങൾ എത്തി നിൽക്കുന്നത് ഒരേ ഒരു സെബാസ്റ്റ്യനിൽ. വർഷം ഇത്ര കഴിഞ്ഞിട്ടും തന്റെ പങ്ക് കണ്ടെത്താൻ ഉതകുന്ന ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന അവിശ്വസനീയമായ ആത്മവിശ്വാസമാണ് അയാൾക്കുള്ളത്. പക്ഷേ ആ ആത്മവിശ്വാസത്തിന്റെ ആയുസ് കുറയുകയാണ്. തന്റെ ആയകാലത്തെ ചെയ്തികളുടെ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മണിക്കൂറുകളാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നേക്കുമായി മണ്ണാഴങ്ങൾ ഉറപ്പിച്ചിട്ടെന്ന് അയാളുടെ ബോധ്യം ചീട്ടുകൊട്ടാരം പോലെ പൊട്ടിത്തകരാൻ പോവുകയാണ്. നമ്മൾ ആദ്യം പോകുന്നതും ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വാർത്തയിലേക്കാണ്. ആ തിരോധാനത്തിന്റെ ദുരൂഹതയുടെ വാർത്തയിലേക്കാണ്. ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ നിർണായകമായ തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീടിന്റെ പരിസരത്ത് നിന്ന് വീണ്ടും 20-ലധികം അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അശ്വിൻ ബാലായി വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ഒപ്പം വിഷ്ണു സുരേഷുമുണ്ട്. ആദ്യം അശ്വിൻ ബാലയിലേക്കാണ്. അശ്വിൻ, നിലവിൽ ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഏകദേശം 10-22 വർഷത്തെ ഇടവേളയുണ്ട്. ഇടവേളയുണ്ടായ 4 തിരോധാനങ്ങളുണ്ട്. ഈ 4 തിരോധാനങ്ങളിൽ സെബാസ്റ്റ്യൻ എന്നൊരു പേര് മാത്രമാണ് നമ്മൾ ഉയർന്നു കേൾക്കുന്നത്. സെബാസ്റ്റ്യനിലേക്ക് കണക്ട് ചെയ്യാൻ കോൺക്രീറ്റായ എവിഡൻസ് ലഭിക്കാൻ നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളേറെയുണ്ട്. നിലവിൽ അവിടെ നിന്ന് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തെളിവെടുപ്പിനിടെ എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്? വിവരങ്ങൾ. സുഹേൽ, ഇപ്പോഴും ആ പരിശോധന തുടരുകയാണ്. ഏകദേശം 1 മണിക്കൂറിനോട് അടുക്കുന്നു ഈ വീട്ടിലേക്ക് പ്രതിയെ എത്തിച്ചിട്ടും ഒപ്പം ഈ വീടിന് ചുറ്റുമുള്ള പരിസരങ്ങൾ പരിശോധിക്കാൻ തുടങ്ങിയിട്ടും. ഇപ്പോൾ ഈ 2.5 ഏക്കർ വരുന്ന സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു ഭാഗം മാത്രമാണ് പരിശോധിച്ചത്. അത് കഴിഞ്ഞ ദിവസം അസ്ഥികഷ്ണം കണ്ടെത്തിയ ആ ഭാഗമാണ്. അവിടെ നിന്ന് വീണ്ടും അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് ഈ 1 മണിക്കൂറിലെ പരിശോധനയിൽ നിന്ന് ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്ന വിവരം. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായ നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ അതേ അസ്ഥി കഷ്ണങ്ങൾക്ക് സമാനമായ രീതിയിൽ കത്തിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് അതിൻ്റെ ബാക്കിയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊന്നും കുഴിച്ചിട്ട നിലയിലല്ല കണ്ടെത്തിയത് എന്നുള്ളതാണ്. അതായത് മണ്ണിന് മുകളിൽ ചെറിയ രീതിയിൽ മണ്ണിട്ട് മൂടിയും അതിന് മുകളിൽ വേസ്റ്റൊക്കെ ഇട്ടും ഉള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഭാഗം ക്ലീൻ ചെയ്യുന്നതിനിടെ തന്നെ ഈ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് പോലീസ് ഇപ്പോൾ ആദ്യ ദിവസം ചെയ്തതുപോലെ തന്നെ ഒരു മാറ്റിലേക്ക് ഈ കിട്ടിയ അസ്ഥികഷ്ണങ്ങളെല്ലാം കൂടി ശേഖരിച്ച് വെക്കുന്നുണ്ട്. ഇപ്പോഴും ആ പരിശോധന തുടരുകയാണ്. ഏറ്റവും പ്രധാനമായി ഇനിയിപ്പോൾ ഈ പ്രദേശം, ഈ 2.5 ഏക്കർ സ്ഥലം പൂർണ്ണമായും വൃത്തിയാക്കുന്ന ജോലികൾ നടക്കുന്നുണ്ട്. ഒപ്പം ഈ വീടിനകത്ത് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യുന്നുണ്ട്. സെബാസ്റ്റ്യനിൽ നിന്നും ഇതുവരെ നിർണായകമായ ഒരു സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഒന്നും അയാൾ പറയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഫോറൻസിക് സംഘം വീടിനകത്ത് പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇങ്ങനെ നടത്തിയ പരിശോധനയിലാണ് രക്തക്കറ വീടിൻ്റെ ഹാളിൽ നിന്ന് കണ്ടെത്തിയത്. ഇന്നും അതേ രീതിയിലുള്ള പരിശോധനയാണ് അകത്ത് നടക്കുന്നത്. ഒപ്പം കെടാവർ നായയെ ഈ വീടിന് അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ കെടാവർ നായ വഴിയും ഈ ഒരു പരിശോധന നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങളുടെ സാന്നിധ്യം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു പരിശോധന കൂടിയാണ് ഈ കെടാവർ നായ ഉപയോഗിച്ചുള്ള പരിശോധന. നിലവിൽ എന്തായാലും 20-ലധികം അസ്ഥി കഷ്ണങ്ങളാണ് ഇതിനോടകം കണ്ടെത്തിയിട്ടുള്ളത്. അതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് എന്നുള്ളതും അവിടെ നിന്ന് നമുക്ക് വിവരമായി ലഭിക്കുന്നുണ്ട്. ആ പരിശോധന തുടരുന്നു. ഇനി അറിയേണ്ടത് ഈ വീടിനകത്ത് എന്താണുള്ളത്, അവിടെ പരിശോധന നടത്താൻ സമയമായോ എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അതിന് ഈ പുറത്തെ പരിശോധന പൂർത്തിയായതിനു ശേഷമായിരിക്കും ഈ കുളം വറ്റിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുക. ഇപ്പോഴും ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തുന്നുണ്ട്. ഏകദേശം ഒരു കുറച്ച് ഭാഗം മാത്രമാണ് പൂർണ്ണമായും വൃത്തിയാക്കി പരിശോധന നടത്താൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ആ പരിശോധന തുടരുകയാണ്. ഇത് ആരുടേതാണ് എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. സുഹൈൽ. വിഷ്ണു സുരേഷ് കൂടി നമ്മോടൊപ്പം ചേർന്നു. വിഷ്ണു, ഈ പറഞ്ഞതുപോലെ 2002 ആദ്യം ഉണ്ടാകുന്ന തിരോധാനം, ഒടുക്കം 2024 ജൈനമ തിരോധാനം, ഇതിനിടയിൽ 4 പേരെയാണ് കാണാതായത്. ഇതിൽ 3 പേർ, സിന്ധു ഒഴികെ ബാക്കി 3 പേരുമായി സെബാസ്റ്റ്യനെ ബന്ധിപ്പിക്കുന്ന ചില എവിഡൻസുകളുണ്ട്. ഇവർക്ക് 3 പേർക്കും സെബാസ്റ്റ്യനെ അറിയാമെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സിന്ധുവിലേക്കാണ് ഈ സെബാസ്റ്റ്യനുമായി ഡയറക്റ്റുമായ ഒരു ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ നമുക്ക് നിലവിൽ സാധിക്കാതിരിക്കുന്നത്. ഈ സിന്ധു തിരോധാനവും സെബാസ്റ്റ്യനിലേക്ക് സംശയത്തിന്റെ നിഴലുകൾ വരാനിടയായ സാഹചര്യം എന്താണ്?
സുഹൈല, നിലവിൽ ക്രൈംബ്രാഞ്ചിന് മുൻപിലുള്ളത് 3 തിരോധാന കേസുകളും ഒരു കൊലപാതക കേസുമാണ്. ജൈനമ്മ വധം. ആ വധവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തെളിവെടുപ്പ് ആണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള തെളിവെടുപ്പാണ് നടക്കുന്നത്. പക്ഷേ മറ്റു 3 പേരെയും ഇയാൾ തന്നെ, ഈ ബിന്ദുവിനെയും അതോടൊപ്പം തന്നെ സിന്ധുവിനെയും ഐഷയും ഇയാൾ കൊലപ്പെടുത്തിയെന്നൊരു സംശയം ക്രൈംബ്രാഞ്ചിനുണ്ട്. അതുകൊണ്ടാണ് സമഗ്രമായി എല്ലായിടത്തും, ഈ പറമ്പിൽ എല്ലായിടത്തും പരിശോധന നടത്താമെന്ന തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. 2013 ഈ സിന്ധുവിനെ കാണാതാകുന്നത്. ഒരു സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് സിന്ധുവും ഇയാളും, ഈ പറയുന്ന സെബാസ്റ്റ്യനും തമ്മിൽ ബന്ധപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു കോൺക്രീറ്റ് തെളിവിലേക്കൊന്നും പോലീസ് ഇതുവരെ ഈ ഘട്ടത്തിൽ എത്തിയിട്ടില്ല. ഐഷയുമായും സമാനമായ രീതിയിൽ ഈ സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് ഇയാൾ ബന്ധപ്പെടുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഇവർ 3 പേരും, ഈ കാണാതായ 4 പേരും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഒരു പക്ഷേ ഇയാളൊരു സൈക്കോ കില്ലർ ആണെങ്കിൽ ഇയാളുടെ ഒരു പാറ്റേൺ അങ്ങനെ ആയിരിക്കാം. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളെ കണ്ടെത്തി അവരുമായി സൗഹൃദം പുലർത്തി അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്ന ഒരു സൈക്കോ കില്ലർ ആണോ ഈ പറയുന്ന സെബാസ്റ്റ്യൻ എന്നൊരു പ്രാഥമികമായ നിഗമനത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയത്തിലാണ് പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ അത് സാധൂകരിക്കുന്ന തെളിവുകൾ ഒന്നും ഇപ്പോൾ ഇതുവരെ പോലീസിന്റെ പക്കലില്ല. ആകെ ഈ ജൈനമ്മയുടെ മരണം അതൊരു കൊലപാതകമാണെന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇയാളുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസവും ഇന്നും കുറച്ച് അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ജൈനമ്മയെ കാണാതായ ദിവസം 2 പേരുടെയും, സെബാസ്റ്റ്യന്റെയും ജൈനമ്മയുടെയും ടവർ ലൊക്കേഷൻ ഈ വീട്ടിൽ എത്തുന്നതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ വളരെ ഷാറ്റേഡായി കിടക്കുന്ന തെളിവുകൾ മാത്രമാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിനുള്ളത്. ആ തെളിവുകൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ലീഡ് കണ്ടെത്താനാകുമോ എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ സമഗ്രമായ പരിശോധനയിലേക്ക് കടന്നിട്ടുള്ളത്. ഈ സമഗ്രമായ പരിശോധനയിൽ തുടക്കം തന്നെ ക്രൈംബ്രാഞ്ചിന് പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആദ്യ പരിശോധനയിൽ തന്നെ അസ്ഥി കഷ്ണങ്ങൾ, 4ഓളം വരുന്ന അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഇനി ഫോറൻസിക് പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. ബുധനാഴ്ചയായിരിക്കും ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ നടപടി, അല്ലെങ്കിൽ അതിന്റെ ഒരു വഴിത്തിരിവിലേക്ക് പോകുക. ബുധനാഴ്ച ഇവിടെ നിന്ന് ലഭിച്ച അസ്ഥി കഷ്ണങ്ങളുടെ DNA പരിശോധനാ ഫലം വരും. ഈ തിരോധാന കേസ് രജിസ്റ്റർ ചെയ്ത 4 പേരിൽ അതിൽ ആരുടെയാണ് ഈ ലഭിച്ച ആരുടെയെങ്കിലും ആണെങ്കിൽ അത് ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഈ കേസിലെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ആയിരിക്കും. അങ്ങനെയെങ്കിൽ അത് ആരുടെയെങ്കിലും ആണെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ തന്നെ ഈ പറയുന്ന സെബാസ്റ്റ്യനുമായി കണക്ട് ചെയ്യുകയും ചാർജ് ഫ്രെയിം ചെയ്യാനൊക്കെ സാധിക്കും. പിന്നീട് സാഹചര്യ തെളിവുകളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടെത്താനാകും. അപ്പോൾ ഈ ബുധനാഴ്ചയാണ് ഇതിന്റെ ഒരു നിർണായകമായ ദിവസമായി നമ്മൾ കണക്കാക്കുന്നത്. നിലവിൽ ഇപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റി വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തുകയാണ്. ഇന്ന് ഒരു ഉച്ചയോടുകൂടി നടത്തിയ പരിശോധന നേരത്തെ അസ്ഥി ലഭിച്ച സ്ഥലത്ത് നിന്ന് ഒരു 30 മീറ്റർ ഇപ്പുറത്താണ്. പക്ഷേ അതൊരു പ്രത്യേകതയുള്ളത്, നേരത്തെ ഇവിടെ വന്ന് പലയിടങ്ങളിൽ കുഴിയെടുത്താണ് പരിശോധന നടത്തിയത്. ഇത്തവണ ആദ്യം കുഴിച്ച സ്ഥലത്ത് തന്നെ അസ്ഥി ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി സ്പോട്ട് ചെയ്തൊരു പരിശോധനയിലേക്ക് ക്രൈംബ്രാഞ്ച് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വിവരം ആരിൽ നിന്ന് ലഭിച്ചു? ഒരു പക്ഷേ സെബാസ്റ്റ്യനിൽ നിന്ന് ലഭിച്ചതാണോ എന്നൊരു സംശയവും നമുക്ക് ഉണ്ട്. ഇപ്പോൾ അതിന് തൊട്ടപ്പുറത്തേക്കായി ഒരു തെങ്ങുണ്ട്. ആ തെങ്ങിന്റെ കടഭാഗത്തുള്ള മണ്ണ് മാറ്റിക്കൊണ്ട് അവിടെ ഒരു പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോറൻസിക് സംഘവുമുണ്ട്. പ്രാഥമികമായി ഇത് എന്തിന്റെ എല്ലാണ് എന്നും തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഫോറൻസിക് സംഘം അവിടെ ഇപ്പോൾ പരിശോധനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ അസ്ഥി കഷ്ണങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഇതിന്റെ ചുരുളുകൾ ഇനിയും അഴിയേണ്ടതുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിലെല്ലാം ഒരു ഉത്തരം കിട്ടുക, അല്ലെങ്കിൽ ഒരു പ്രാഥമിക ഉത്തരത്തിലേക്ക് പോകുക ബുധനാഴ്ച ഈ DNA പരിശോധനാ ഫലം വരുന്നത് വരെയായിരിക്കും. അതുകൊണ്ട് അതിനുശേഷം ഒരുപാട് തെളിവുകൾ പോലീസിന്, ക്രൈംബ്രാഞ്ചിനൊക്കെ ശേഖരിക്കേണ്ട സാഹചര്യം ഉണ്ട്. മൊഴിയായും അതോടൊപ്പം തന്നെ ഇത് ഈ മറ്റ് സാഹചര്യ തെളിവായും ശാസ്ത്രീയ തെളിവായിട്ട് ശേഖരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു കാലപ്പഴക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. 2006 ഈ കേസിലെ തിരോധാന കേസിലെ ആദ്യത്തെ ആളെ കാണാതാവുന്നത്. ഇപ്പോൾ ഏകദേശം 20-25 വർഷത്തിലേക്ക് പിന്നിടുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ക്രൈംബ്രാഞ്ച് സംഘത്തിനുണ്ട്. ക്രൈംബ്രാഞ്ചിന് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള കേസ് ജൈനമ്മയുടെ തിരോധാന കേസാണ്. ജൈനമ്മയെ കഴിഞ്ഞ ഡിസംബറിലാണ് കാണാതാകുന്നത്. ആ തിരോധാന കേസിൽ അന്വേഷണത്തിലാണ് ജൈനമ്മ കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത്. ആ കൊല്ലപ്പെടൽ ഇവർ രണ്ടുപേരും തമ്മിൽ, ഈ സെബാസ്റ്റ്യനും ജൈനമ്മയും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള കോൺടാക്ട് ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. ജൈനമ്മയെ കാണാതാകുന്ന ദിവസം ജൈനമ്മയുടെ മൊബൈൽ ലൊക്കേഷൻ ഏറ്റവും അവസാനം എത്തിയത് പള്ളിപ്പുറത്തെ ഈ വീട്ടിലാണ് എന്ന് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. പിന്നാലെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ ഒരു തെളിവെടുപ്പ് നടത്തുന്നു. ആ തെളിവെടുപ്പിലാണ് അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചത്. അത് ആരുടെ അസ്ഥി കഷ്ണങ്ങളാണ് എന്ന് കണ്ടെത്തും. നിലവിൽ ക്രൈംബ്രാഞ്ച് കരുതുന്നത്
അത് ജയനമ്മയുടേതായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും ഒരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നത് ഈ അസ്ഥി കഷ്ണങ്ങൾക്കൊപ്പം ഒരു ടാപ്ഡ് പല്ല്, അങ്ങനത്തെ ഒരു കൃത്രിമമായ ഒരു പല്ല് ലഭിച്ചിട്ടുണ്ട്. ജയനമ്മ അത് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരം. പക്ഷെ അത് അങ്ങനെയെങ്കിൽ അത് ആരുടേത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വളരെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു കേസാണ്. ക്രൈം എങ്ങനെ ഫ്രെയിം ചെയ്യുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് വന്നിട്ടില്ല. അതിൽ ഏറ്റവും നിർണായകമായ ഒരു പരിശോധനയിലേക്ക് കടക്കുന്നു. ബുധനാഴ്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ DNA പരിശോധനാ ഫലമായിരിക്കും ഈ കേസിൽ ഏറ്റവും നിർണായകമായ ലീഡിലേക്ക് പോലീസിനെ കൊണ്ടുപോകാൻ പോകുക. അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്ക് ത്രൂ. അത് ഇപ്പോൾ ഈ 4 പേരിൽ കാണാതായ 4 പേരിൽ ആരുടെ ആണെങ്കിലും അത് പോലീസിന് ഒരു വലിയ ബ്രേക്ക് ത്രൂ ആയിരിക്കും. അതിൽ പിടിച്ച് ഈ സെബാസ്റ്റിനെ പൂട്ടുക എന്നുള്ളത് വളരെ എളുപ്പമായിരിക്കും. സാഹചര്യ തെളിവുകളും ഈ മൊബൈൽ ഫോണിൻ്റെ ഇതും അതോടൊപ്പം തന്നെ നേരത്തെ കേസുകൾ രജിസ്റ്റർ ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ട്. DNA പരിശോധനാ ഫലത്തിൽ ഈ 4 പേരുടെ ആരുടെ ആണെങ്കിലും അത് പോലീസിന് ഏറെ തിരികെ വരാം. പറഞ്ഞതുപോലെ നാട്ടുകാർക്കൊക്കെ നല്ലവനായ ഉണ്ണിയായിരുന്നു സെബാസ്റ്റ്യൻ. പക്ഷെ അതൊക്കെ അയാളുടെ ഒരു പുറംമോടി മാത്രമായി. അയാളുടെ ഉള്ളിൽ ഒരു ക്രൂരനായ സൈക്കോ കില്ലർ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന സംശയങ്ങൾ ബലപ്പെടുന്ന മണിക്കൂറുകളാണ്. ആ പറയുന്ന ആലപ്പുഴ പള്ളിപ്പുറത്തെ 2-2.5 ഏക്കർ വരുന്ന പറമ്പിലും വീടുകളിലുമായി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സത്യങ്ങൾ കുഴിച്ചിട്ടുണ്ട് സെബാസ്റ്റ്യൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അതൊക്കെ ഓരോന്നായി തോണ്ടിയെടുക്കുകയാണ് പോലീസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.